ഇപ്പം ലിപ് ലോക്ക് എന്ന് പറയുന്ന അതാണ് അതൊരു ഭയങ്കര തിൻ ലൈനാണ്. അതെനിക്ക് എങ്ങനെ പറയണം എന്നറിയില്ല. ചിലപ്പോൾ ഒരു സ്ക്രിപ്റ്റിന് അത് ഇല്ലാതെ, ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കഥ അത് ഇല്ലാതെ മുന്നോട്ട് പോയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ എന്നാലും അതാ പറഞ്ഞത്, ആ ഒരു ലൈൻ ഇറ്റ് ഷുഡ് നോട്ട് ക്രോസ് ദാറ്റ് വൾഗാരിറ്റി. അതായത് ഇൻറ്റിമസി നമുക്ക് കൺവേ ചെയ്യാനായിട്ട് ഇപ്പോൾ ലിപ് ലോക്ക് കാണിക്കണം എന്നില്ല, അല്ലാതെ 2 ഡയലോഗിൽ കൂടെ ഇന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനുള്ള ഒരു സ്കോപ്പ് അവിടെ ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ അവിടെ ലിപ് ലോക്കേ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. അത്ര എനിക്ക്. പക്ഷെ മാക്സിമം ഞാൻ പറയും, അതായത് എന്താ അതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരുപാട് അങ്ങനെ നല്ല നല്ല കണ്ടന്റുകളില്ലേ. ഇപ്പം എൻ്റെ ലിപ് ലോക്ക് കാണണമെന്ന് അത്ര നിർബന്ധമുണ്ടോ? അതിലൊരു പ്രശ്നമുള്ളത് ഇപ്പൊ നല്ല സിനിമയുടെ യാഡ് സ്റ്റിക്ക് വീട്ടുകാർ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് എന്നുള്ളതിലേക്ക് ചുരുക്കല്ലേ അപ്പൊ അത് ചെയ്യുന്നത്? ഏയ് അങ്ങനെയില്ല. എൻ്റെ വീട്ടുകാർക്ക് അത്യാവശ്യം എല്ലാത്തരം നല്ല പടങ്ങളും കാണുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഫാമിലി പടങ്ങൾ മാത്രം എന്നുള്ളതല്ല, എല്ലാത്തരം പടങ്ങളും ഇരുന്ന് കാണുന്ന ആൾക്കാർ. നമ്മളിപ്പോ ഈ വീട്ടുകാരൊന്നിച്ചിരുന്ന് കാണുന്ന സിനിമകൾ മാത്രമേ ചെയ്യൂ എന്ന് പറയുമ്പോൾ സിനിമയെ നമ്മളൊരു ഭയങ്കര ഒരു ചതുരം വരച്ച് അതിനുള്ളിൽ ഒതുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഒരു നല്ല സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നുള്ളൊരു ഷെയ്ൻ്റെ മനസ്സിലുള്ള നല്ല സിനിമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷെയ്ൻ ചെയ്യുന്ന സിനിമകൾ ഇങ്ങനത്തെയാണെന്നുള്ളൊരു കാറ്റഗറൈസേഷൻ. നല്ല സിനിമയ്ക്ക് ഇന്റിമസി ഭയങ്കര നിർബന്ധമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇന്റിമസി നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്, അതിന് ഇപ്പോൾ നമുക്ക് സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ ജസ്റ്റേഴ്സിലൂടെ അത് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആ സീനിന് ലിപ് ലോക്ക് വേണ്ടി വരും, അല്ലാതെ അവിടെ വേറെ നിവർത്തിയില്ല. എന്നാൽ കഥ നമുക്ക് അങ്ങനെ ഓക്കെ കൺവിക്ഷനോട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഉറപ്പായിട്ടും ചെയ്യും. അതായത് ബട്ട് അതൊരു തിൻ ഏരിയ ആണ്. അതായത് അത് വൾഗാരിറ്റിയിലേക്ക് ആകരുത് എന്നുള്ളതാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ അതൊരു ഷുഡ് നോട്ട് ലുക്ക് ലൈക്ക് എ വൾഗർ സീൻ. അതിനൊരു വേറൊരു എസ്തെറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്തേക്കാം എന്നുള്ളതാണ്. കടുംപിടുത്തം അല്ല, അതെനിക്ക് പൂർണ്ണമായി കൺവിൻസ് ആണോ എന്നുള്ളതാണ്. എന്താണ് വൈ എന്നുള്ളതിനുള്ള ഉത്തരം എനിക്ക് കൺവിൻസ് ആണോ. 2025 സമയത്ത് ലിപ് ലോക്ക് ഒരു വൾഗാരിറ്റി ആണൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് പുറകോട്ട് ചിന്തിക്കുന്നത്. ഞാൻ ഇച്ചിരി പുറകോട്ട് ചിന്തിക്കുന്ന ആളാണ്. ഞാൻ കുറച്ച് വസന്ത കാലഘട്ടത്തിൽ ഇല്ല, ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. ഇച്ചിരി വസന്തകാലത്തിലൊക്കെ ഉള്ള ഒരാളാണ് എനിക്ക്. അല്ല, ഞാൻ ബേസിക്കലി ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾക്ക് ഒരു പടം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫാമിലിയിലൂടെ കാണാൻ പറ്റില്ലാത്തൊരു സീൻ ചെയ്യുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതായത് അതെങ്ങനെ പ്രസന്റ് ചെയ്യും വിധമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ചിലത് ലിപ് ലോക്ക് ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുണ്ടാവും, ചില ലിപ് ലോക്ക് ചിലപ്പോൾ നമുക്ക് അത് ആ സിനിമയ്ക്ക് വേണ്ടി അവർ ചിലപ്പോൾ അങ്ങനെ ഒരു സീനിന് വേണ്ടി അത് മനഃപൂർവ്വം അങ്ങനെ ഒരു ചിലപ്പോൾ ഒരു പ്രൊമോഷണൽ പരിപാടിക്ക് വേണ്ടി ചെയ്തതെന്ന് തോന്നുന്നത് നമുക്കത് പറ്റില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇരിക്കട്ടെ. അൾട്ടിമേറ്റ്ലി പിന്നെ എനിക്ക് എൻ്റെ വീട്ടുകാരോട് ഇരുന്ന് പടം കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ പടം ചെയ്യേണ്ട കാര്യമാണ്. അത് പക്ഷേ ആസ് എൻ ആക്ടർ ഭയങ്കര ലിമിറ്റ് ചെയ്യില്ലേ ഷെയ്നെ? എന്നാലും കുഴപ്പമില്ല. ഇന്റിമസി എന്ന് പറയുമ്പോൾ അതിനൊരു ലൈൻ ഉണ്ട്. അത് വൾഗാരിറ്റി ആവരുതെന്നുള്ളതാണ് ഞാൻ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അത് എനിക്ക് ഞാൻ ഉദ്ദേശം മനസ്സിലായെന്ന് തോന്നുന്നു. ഇഷ്കൊക്കെ ചെയ്യുമ്പോൾ ഇഷ്കില് ശരിക്കും ഷെയ്ൻ ഒരു ഗ്രേ ഷെയ്ഡഡ് ക്യാരക്ടറാണല്ലോ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഷെയ്നാണ് വില്ലൻ എന്ന രീതിയിൽ വരെ അത് ടേൺ ആവുന്നുണ്ട്. ലൈക്ക് വെൻ യു സ്റ്റാർട്ട് അബ്യൂസിങ് ഷൈൻ ടോമിന്റെ അത് ചെയ്യുമ്പോൾ ഷെയ്ൻ്റെ പൂർണ്ണമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടെ തന്നെയായിരുന്നു. അതായത് ആ ക്യാരക്ടറിന് ഇങ്ങനെ ഒരു ഷെയ്ഡ് ഉണ്ട്, സ്വിച്ചിങ് ഉണ്ട് എന്നുള്ള ഒരു രീതിയിൽ. ലൈക്ക് വെരി ഓക്കെ വിത്ത് ഗ്രേ ഷെയ്ഡഡ് റോൾസ് വെരി ഏർലി ഇൻ യുവർ കരിയർ ആ ഒരു സമയത്ത്, ബിക്കോസ് യു ആർ ജസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലൈമാക്സിലുള്ള ഒരു ടൈലൻറ്റ് പോർഷൻ ഒരു എൻ്റെ ഒരു അടുത്തൊരു ഫ്രണ്ടാണ് പറയുന്നത്. അതായത് നിങ്ങൾ അവിടെ വന്നിട്ട് ഈ നായകൻ ഇത് ഈ പറഞ്ഞ ഇവളുടെ ഒരു സംശയം തോന്നിയിട്ട് തിരിച്ചു പോകുന്ന ഒരാളെ ആ നായിക സ്വീകരിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആ ക്യാരക്ടറിനെ ഭയങ്കര വീക്കാക്കുന്ന പോലെയാണ്. ആദ്യം കേട്ടപ്പോൾ പാച്ചപ്പ് ആവുന്നതാണോന്ന് പറഞ്ഞൂടെ, അങ്ങോട്ടേക്ക് എനിക്ക് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ ആ ഒരു സീൻ ശരിക്കും പറഞ്ഞാൽ ആഡ് ഓൺ ആയത് അത് എൻ്റെ ഒരു കൺസേണിലൂടെ കൂടെ തന്നെയാണ്. അപ്പോൾ ഞാൻ ബേസിക്കലി നോക്കുന്ന അങ്ങനെ ഒരു നായകൻ എങ്ങനെ സംശയിച്ചിട്ട് പോയ ഒരാളാണല്ലോ, അയാളെ ഈ നായക സ്വീകരിച്ചാൽ ശരിയല്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. അതെ, അതൊരു ഒരു ഡിസ്കഷൻ ആയിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടാണ് ശരിക്കും ഇത് ഈ ചോദ്യം ചോദിക്കുന്നത്. അതിനുശേഷമാണ് അങ്ങനെ ഒരു സീനിലോട്ടൊക്കെ പോകുന്നത്.
അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സജഷൻസ് ഒക്കെ എല്ലാവരും റിസപ്റ്റീവ് ആണോ ഷെയ്ൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ? അങ്ങനെ മിക്കപ്പോഴും അങ്ങനെ വേണ്ടി വന്നാൽ ചോദിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആവശ്യം വേണ്ടി വന്നാൽ ഞാൻ ചോദിക്കും. അപ്പോൾ അവർക്ക് അല്ലാണ്ട് ഒരു കൺവിൻസിങ് ആയ ഒരു മറുപടി ഉണ്ടെന്നുണ്ടെങ്കിൽ വൈ നോട്ട്. ഷെയ്ൻ്റെ ഉമ്മ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡി ആയിട്ട് തോന്നാറുണ്ട്. പണ്ടേ അങ്ങനെയാണോ അതോ ഈ ഒരു ഇതിന് ശേഷമാണോ? ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമായിരിക്കും ഇത്രയും സ്ട്രോങ് ആയത്. മോൻ ഒപ്പിച്ച കാര്യങ്ങൾ കൊണ്ടായിരിക്കുമോ? എന്നെ കൊണ്ട് ഒപ്പിച്ച കാര്യങ്ങൾ കൊണ്ടായിരിക്കും. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിസിപ്ലിൻ എത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? ഡിസിപ്ലിൻ എന്ത് കോണ്ടെക്സ്റ്റിലാണ്? എല്ലാ രീതിയിലും പങ്ക്ച്വാലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. പങ്ക്ച്വാലിറ്റി പറഞ്ഞു. പ്രൊഫഷണൽ ലൈഫ്. പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു കാര്യം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ആ ഡിസിപ്ലിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരരുത് എന്ത് കാര്യത്തിലാണെങ്കിലും. വാട്ട് എവർ, ഇപ്പോൾ നമ്മൾ എത്തുന്ന സമയത്തിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ പോകുന്ന കാര്യത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഇന്നൊരു ദിവസം എനിക്ക് ഇന്നത് ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഇസ്, ആ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര കൃത്യമായിരിക്കണം എന്നുള്ളതാണ്. സോ ബേസിക്കലി പറയുന്ന ഒരു കാര്യമാണ് ഇൻഡസ്ട്രിയിൽ പറയുന്നത് ഡിസിപ്ലിൻ ഇല്ലാന്നാണ്. അതിനിപ്പോ എന്താ എനിക്ക് അവരോട് എന്ത് പറയാനുള്ളത്? എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനൊരു പങ്ക്ച്വാലിറ്റിയാണ്. കറക്റ്റ് ഡിസിപ്ലിൻ യൂസ് ചെയ്യുന്നത് എന്താണ് അതൊന്ന് പറയാമോ? പങ്ക്ച്വാലിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു ആദ്യത്തെ ഒരു 4 ദിവസം നമ്മൾ മൊത്തമായിട്ട് പടത്തിൽ പുതിയതായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർ പറയുന്ന സമയത്തെത്തും, പറയുന്ന കാര്യങ്ങൾ എല്ലാം ഭയങ്കര കറക്റ്റായിട്ട് നമ്മൾ പോവുമായിരിക്കും. ഈ 4 ദിവസം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു സമയത്തിന് വന്നു കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും അവരുടെ ഷോട്ട് ഏകദേശം ആകുക എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. ചില പടങ്ങൾ നമ്മൾ വന്നു കഴിഞ്ഞ് ഒരു 1 അവറിലൊക്കെ തന്നെ നമ്മളെ ഷോട്ടിന് വിളിക്കും. ചിലപ്പോൾ അതൊരു 2-2.5 വരെ നമുക്കൊരു വെയിറ്റിംഗ് ഉണ്ടാവും ആഫ്റ്റർ കോസ്റ്റ്യൂം ഇട്ടതിന് ശേഷം. അതൊരു പടത്തിൻ്റെ ജനറൽ സിനാരിയോ ആണ്. അവരെടുത്ത് പോകുന്നതിൻ്റെ സ്പീഡും ഇതെല്ലാം കൂടെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനൊരു സാഹചര്യത്തിൽ ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല അവിടെ വന്നിരിക്കുന്നതിന്. പക്ഷേ എനിക്ക് ഈ മേക്കപ്പും ഈ പറഞ്ഞ കോസ്റ്റ്യൂമും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് വാട്ട് എവർ ദ സീൻ ആ സീൻ എൻ്റെ തലയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കത് പെർഫോം ചെയ്യണം. എന്നെ കുറേ നേരം അവിടെ ഇരുത്തി കഴിയുമ്പോൾ എനിക്കത് ആറിപ്പോകുന്നുള്ളതാണ്. അതാണ് ഞാൻ പറയുന്ന കൺസേൺ. അപ്പം നിങ്ങൾക്ക് ഇന്ന ദിവസം ഇന്ന സമയത്തിന് വരാൻ ഞാൻ 100% ആ സമയത്ത് വരും. പക്ഷെ അവിടെ വന്നിട്ട് പിന്നെ ഇങ്ങനെ ഇരുന്ന് ലാഗാകുമ്പോൾ നമുക്ക് ചെയ്യാൻ വന്നിരുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ആ കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ നമുക്കൊന്നുമില്ല. നമുക്കിപ്പോൾ യൂറിൻ പാസ് ചെയ്യണം, നമ്മൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉള്ളൊരു അവസ്ഥയുണ്ടല്ലോ, അത് നമുക്ക് ഇമോട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അല്ലെങ്കിൽ വാട്ട് എവർ ദി ഇമോഷൻസ് നമുക്കത് ചെയ്തേ പറ്റുമെന്നുള്ള അതിന് നമ്മൾ കുറേ നേരം ഇങ്ങനെ വരുമ്പോൾ നമുക്കത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളത് പറയും. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇവരുടെ അടുത്ത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു 10 to 15 minutes ഒക്കെ ലേറ്റ് ആയാലും അത് പ്രശ്നമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചിലത് പോകും. ഇപ്പോൾ അതാണ് എൻ്റെ പങ്ക്ച്വാലിറ്റിനായിട്ടുള്ള എൻ്റെ ഒരു ടേക്ക് അതാണ്. അല്ലാതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ചെയ്ത പടങ്ങളൊന്നും ഇറങ്ങാതിരിക്കണം, ഷൂട്ടിംഗ് തീരാതിരിക്കണം. അതിപ്പോൾ പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നത് അപൂർവമായ ഇപ്പോൾ 1-2 പരിപാടി അല്ലെങ്കിൽ 3 പരിപാടികളിലാണെങ്കിൽ ബാക്കിയും ഞാൻ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, ബാക്കിയും സെറ്റുകളിൽ ഞാൻ പോയിട്ടുണ്ട്, ബാക്കിയും ഷൂട്ടുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെ നടന്നുള്ളതും കൂടെ അന്വേഷിക്കേണ്ടിയിരിക്കും ഇങ്ങനൊരു ആരോപണം എന്നെ മേൽ പറയുന്നതിന് മുമ്പ്. ടാർഗറ്റ് ചെയ്യപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. മിസ്അണ്ടർസ്റ്റുഡ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, മിസ്അണ്ടർസ്റ്റുഡ് ആണെന്ന് തോന്നിയിട്ടില്ല. ബേസിക്കലി നമ്മളൊരു പുതിയൊരു സ്പേസിലോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ പെരുമാറുന്ന വിധം അല്ലെങ്കിൽ നമ്മൾ പെരുമാറുന്ന രീതി അതെന്താണെന്ന് ഓപ്പോസിറ്റ് ഒരാൾ ഒരു മഞ്ഞ കളർ ഗ്ലാസ് ഇട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ കളറായിട്ട് കാണുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രശ്നങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ കണ്ണാടി മാറ്റിയിട്ട് എന്താണോ അവിടെ ഉള്ളതെന്ന് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ
അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനും സാധ്യത പോലും ഇല്ല. വെറും വളരെ സിമ്പിളായിട്ടാണ് എൻ്റെ പ്രോസസ്സുകൾ പോയിട്ടുള്ളത്. ഷൂട്ട് ചെയ്യുന്നു, അവിടെ ഉണ്ടാകുന്ന ചർച്ചകൾ കാര്യങ്ങളല്ലാണ്ട് അവിടെ അങ്ങനെ ഇപ്പം അതാ ഞാൻ പറഞ്ഞത്, ഞാൻ വർക്ക് ചെയ്തേക്കണ എൻ്റെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ അല്ല എനിക്ക് വിഷയങ്ങളുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഉണ്ടായിട്ടുള്ളൂ. അതൊരു ക്രിയേറ്റീവായ പ്രോസസ്സിനെ വളരെ ഹെൽത്തി ആയിട്ടും വളരെ അത്യാവശ്യം പറ്റുന്ന രീതിയിലെല്ലാം ഗുണമായിട്ടുള്ള രീതിയിൽ ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ.